ഡിയസ് വെൽക്കം ബാക്ക് ടു RK ക്ലാസ്സസ്. നമ്മൾ റീവാലുവേഷനായിട്ട് ബന്ധപ്പെട്ട 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും റീവാലുവേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ റീവാലുവേഷൻ കൊടുക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 1-2 മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം റിജക്ട് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ അലോട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചാനലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും. മക്കൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിറ്റി RK ക്ലാസിന്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റി നമ്പർ 8589000301. ഈ നമ്പറിൽ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. അതിൽ അലോട്ട്മെന്റ് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി നമ്മൾ എങ്ങനെയാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യുക എന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോവുക. ക്രോമിൽ പോയിട്ട് sslcexam.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രണ്ട് പേജ് വരുന്നത് കണ്ടോ. ഈ ഫ്രണ്ട് പേജ് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ടോപ്പിലായിട്ട് iExam SSLC പോർട്ടൽ കാണാം. iExam SSLC പോർട്ടൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറൊരു സൈറ്റിലേക്ക് എത്തുക, അല്ലേ, വേറൊരു പേജിലേക്ക് എത്തി. ആ പേജിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് SSLC എക്സാമിനേഷൻ മാർച്ച് 2023 അല്ല, നമ്മൾ 2025 പക്ഷേ നമുക്ക് എന്തെങ്കിലും ഈ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു മോഡൽ കാണിച്ചു തരാം. SSLC എക്സാമിനേഷൻ മാർച്ച് 2023 റീവാലുവേഷൻ രജിസ്ട്രേഷൻ, അത് 2025 റീവാലുവേഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവും. അതവിടെ ക്ലിക്ക് ചെയ്താൽ അവർ പെർമിഷൻ ചോദിക്കും. ഓക്കെ, ആ പെർമിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ അടിക്കുക. നിങ്ങൾ ഓക്കെ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പേജിലേക്ക് പോയി. ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിരിക്കണം, തെറ്റരുതേ. എന്നിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് പേജിലേക്ക് പോയി. ഈ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് നെയിം, സെൻറ്റർ കോഡ്, സെൻറ്റർ നെയിം, മീഡിയം ഇതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച ഉടനെ തന്നെ ഇത് ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് വരും. അത് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മക്കളത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനിൽ റീവാലുവേഷൻ ഉണ്ട്, ഫോട്ടോ കോപ്പി ഉണ്ട്, സ്ക്രൂട്ടിനി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം, റീവാലുവേഷൻ ആണെങ്കിൽ റീവാലുവേഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിലിട്ട് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റീവാലുവേഷൻ ആണെങ്കിൽ റീവാലുവേഷൻ മാത്രം ടിക്ക് ചെയ്യുക. ഇനി സ്ക്രൂട്ടിനി ഉണ്ടെങ്കിൽ സ്ക്രൂട്ടിനി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതെന്താണോ ആവശ്യം അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോം. എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അതോടുകൂടി നിങ്ങളെ പ്രോസസ്സ് കഴിഞ്ഞു. എന്നിട്ടത് പ്രിൻ്റ് എടുക്കണം നിങ്ങൾ. ഓക്കെ, പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇനിയാണ് മക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളെ ഡേറ്റ് വരുന്നത്, റീവാലുവേഷനുള്ള ഡേറ്റ് വരുന്നത് 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ്. ഈ 17-ാം തീയതി 4 മണിക്ക് മുൻപ് നിങ്ങൾ പോർട്ടലിൽ കയറി രജിസ്ട്രേഷൻ നടത്തി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിയണം. അത് 5 മണിയല്ല ടൈം, എല്ലാവരും അങ്ങനെ കരുതും. 5 മണിയല്ല, 4 മണിക്കുള്ളിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണം. എന്നിട്ട് നിങ്ങൾ 5 മണിക്കുള്ളിൽ ആരെ ഏൽപ്പിക്കണം, പ്രധാന അധ്യാപകനെ നിങ്ങളെടുത്ത് ഈ പ്രിൻ്റ് ഔട്ട് ഏൽപ്പിക്കണം. പ്രിൻ്റ് ഔട്ട് ഏൽപ്പിക്കുന്നതിനും അതിൻ്റെ ഫീസ് കൂടി അടയ്ക്കേണ്ടി വരും. നിങ്ങൾ എന്താ, റീവാലുവേഷന് 400 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി കിട്ടണമെങ്കിൽ 200 രൂപ, സ്ക്രൂട്ടിനിക്കാണെങ്കിൽ 50 രൂപ. ഇപ്പോൾ റീവാലുവേഷൻ കൊടുക്കുന്ന കുട്ടികളാണെങ്കിൽ സ്ക്രൂട്ടിനിക്ക് എക്സ്ട്രാ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. മക്കൾ എന്ത് ചെയ്യുക, +1 അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചാനലിൽ അവൈലബിൾ ആണ്. മക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊടുത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ തന്നുകൊണ്ടേയിരിക്കും.